ഹായ് ഹലോ, ഞാൻ നിംസ് 777 ടാറോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സോടുകൂടി നമ്മൾ കാർഡ് ഷഫിൾ ചെയ്യാൻ പോവുകയാണ്. അതിന് മുന്നേ ഒരു കാര്യം പറയാനുള്ളത്, ഈ റീഡിംഗ് എന്ന് പറയുമ്പോൾ ടൈംലെസ് റീഡിംഗ് ആണ്, ജെൻഡർലെസ് റീഡിംഗ് ആണ്, ജനറൽ റീഡിംഗ് ആണ്. നിങ്ങളിപ്പോൾ കാണുന്നുവോ അപ്പോൾ മുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് വെറുതെ വരുന്ന റീഡിംഗ് ആണ്. പോസിറ്റീവായിട്ടുള്ള തിങ്കിങ് മാത്രമാണ് ഇവിടെ ആവശ്യം. ആദ്യം നമ്മൾ ഓറക്കിൾ ഡെക്കാണ് എടുക്കുന്നത്, ശേഷമാണ് ടാറോ കാർഡ് നോക്കുന്നത്. നിങ്ങളുടെ എനർജി, നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയും യൂണിവേഴ്സ് ഇവിടെ നമുക്ക് കാണിച്ചു തരാൻ പോവുകയാണ്. കറണ്ട് ഫീലിങ്സ്, കറണ്ട് സിറ്റുവേഷനെയാണ് യൂണിവേഴ്സ് പറയുന്നത്. ആദ്യത്തെ കാർഡ് ലീപ് ഫോർവേഡ്. ലവ് സോങ്സ്, എൻഡ്ലെസ് ലവ്, ഇൻ ഡെപ്ത്, അവയർനെസ്, രണ്ട് കാർഡ് വന്നിട്ടുണ്ട്. അൺഷുവർ, ഫ്രീ ഫ്ലൈറ്റ്സ്. ആദ്യത്തെ കാർഡ് ലീപ് ഫോർവേഡ് എന്നുള്ളൊരു കാർഡാണ്. ഇവിടെ പറയുന്നത് സൈസ് ദി മൊമെന്റ് ആൻഡ് ലെറ്റ് യുവർ സെൽഫ് ബി ലവ്ഡ് ഫുള്ളി. ഈ ഒരു നിമിഷം സ്വന്തമാക്കാൻ പറയാണ്, സ്വയം സ്നേഹിക്കപ്പെടാനായിട്ട് അനുവദിക്കാൻ പറയാണ്. നിങ്ങളുടെ എനർജിയാണ്, സെൽഫ് ലവ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയാണ് യൂണിവേഴ്സ് ഇവിടെ പറഞ്ഞു തരുന്നത്. അങ്ങനെയെങ്കിൽ നിങ്ങളിലേക്ക് മൂവ്മെൻ്റാണ്, സ്പീഡാണ്, പ്രോഗ്രസ് ആണ് എന്ന് പറയുന്നു. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക, അതിനു മുന്നേ നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കണം എന്നാണ് പറയുന്നത്. ലവ് സോങ്സ്, ലെറ്റ് ലവ്സ് മെലഡി ഇൻസ്പയർ യുവർ ഡാൻസ് ടുഗദർ. നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുമ്പോഴാണ് ഇവിടെ കുറേ കാര്യങ്ങൾ നിങ്ങളിലേക്ക് സാധ്യമാകുന്നത്. പ്രണയത്തിൻ്റെ ഈണം നിങ്ങൾ ഒരുമിച്ചുള്ള നൃത്തത്തിനായിട്ട് പ്രചോദനമാകട്ടെ എന്നാണ് പറയുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു. നിങ്ങൾ ചെയ്യേണ്ട പ്രവൃത്തി നിങ്ങൾ ചെയ്യുക, എങ്കിൽ നിങ്ങളിലേക്ക് പ്രോഗ്രസ് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഹാർമണിയാണ്, ഋതമായിട്ടാണ് പോകുന്നേ, ഒരു സിങ്ക് ഉണ്ടാകുന്നു. നിങ്ങളുമായിട്ടുള്ള നല്ല നിമിഷങ്ങളെ ഇവിടെ കാണിച്ചു തരുന്നതായിട്ടാണ് കാണിക്കുന്നത്. എൻഡ്ലെസ് ലവ്, ദിസ് കുഡ് ബി ദ വൺ യു വെയിറ്റഡ് ഫോർ ടു ലവ് ഫോർ എവർ. ഇതായിരിക്കാം നിങ്ങളെ എന്നേക്കുമായിട്ട് സ്നേഹിക്കാൻ കാത്തിരിക്കുന്നതെന്ന് പറയാണ്. നിങ്ങളിലേക്ക് യൂണിവേഴ്സ് തരുന്നത് വെഡിങ്, കമ്മിറ്റ്മെൻറ്റ്, എൻഗേജ്മെൻറ്റ് എന്നുള്ളൊരു കാർഡാണ്. പൂർണ്ണമായിട്ടും മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതായിട്ടാണ് കാർഡ് പറയുന്നത്. അപ്പോൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് സെൽഫ് ലവ് തന്നെയാണ്. നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യുകയാണ് എങ്കിൽ മാത്രമേ ഇവിടെ മാറ്റം സംഭവിക്കുകയുള്ളൂ, നിങ്ങളുടെ വാല്യൂ തിരിച്ചറിയപ്പെടുകയുള്ളൂ. പിന്നെ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത് എന്തിനാണോ ആ കാര്യം നിങ്ങളിലേക്ക് എത്തുന്നു. ഓക്കെ, കണക്റ്റിംഗ് ഓൺ എ ഡീപ്പർ ലെവൽ ഓർ കോംപ്ലക്സ് ഫീലിംഗ്. ആഴത്തിലുള്ള തലത്തിലോ സങ്കീർണമായിട്ടുള്ള വികാരങ്ങളിലോ ബന്ധിപ്പിക്കുന്നു എന്നാണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് അത്രയും ഡീപ്പായിട്ടുള്ള ഫീലിങ്സ് ഉണ്ടാകുന്നുണ്ട്. നിങ്ങളുടെ സ്നേഹം എന്തെന്ന് മനസ്സിലാകുന്നുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. അതിൻ്റെ ആഴത്തെയാണ് പറഞ്ഞു തരുന്നത്. പോസിറ്റീവായിട്ടുള്ള തിങ്കിങ് തന്നെയാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തന്നെയാണ്. അവയർനെസ്, ഡിസ്ട്രാക്റ്റഡ് ഓർ ഫില്ലിംഗ് ലൈഫ് വിത്ത് അതർ തിങ്സ്. ഇവിടെ ശ്രദ്ധ തിരിക്കുന്നത് അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ കൊണ്ട് ജീവിതം നിറയ്ക്കുന്നതായിട്ടുള്ള ഒരു കാര്യത്തെയാണ് കാണിക്കുന്നത്. ലുക്ക് ഫോർ ലവ് ഡേറ്റിംഗ് എന്നാണ്. അപ്പം നിങ്ങളിലേക്ക് തന്നെ നിങ്ങളുടെ പേഴ്സൺ വരുന്നു എന്ന് തന്നെയാണ് അവയർനെസ് കാർഡ് പറയുന്നത്. തിരിച്ചറിവാണ് സംഭവിക്കുന്നത്. അഞ്ച്,
questioning past actions and current decisions. മുൻകാല പ്രവർത്തനങ്ങളെയും നിലവിലുള്ള തീരുമാനങ്ങളെയും ചോദ്യം ചെയ്യുന്നു. നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്കിടയിൽ എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യത്തെ മനസ്സിലാക്കുന്നു. അവർ സ്വയം ചോദ്യം ചെയ്യപ്പെടുന്നു. എന്തുകൊണ്ട്? എന്തിനു വേണ്ടിയിട്ട്? ഇത്രയേറെ നിങ്ങൾ എന്തിനാണ് അവരെ വേദനിപ്പിച്ചത്? അവർ നിങ്ങളെ സ്നേഹിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു തിരിച്ചറിവിലൂടെ നിങ്ങളുടെ പേഴ്സൺ പോവുകയാണ്. അവരിൽ ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. അവരെ തന്നെ ഡൗട്ടാണ് കാണിക്കുന്നത്. അവർ ചെയ്ത തെറ്റവർ മനസ്സിലാക്കുകയാണ്. അവർ സമയം ആവശ്യപ്പെടുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ആ ഒരു സമയം അവരിലേക്ക് യൂണിവേഴ്സ് കൊടുക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യും. അവർ നിങ്ങളോട് കുറേ കാര്യങ്ങൾ പറയും. എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു സെപ്പറേഷൻ വന്നതെന്ന് പറയും. ഓക്കെ. ഫ്രീ ഫ്ലൈറ്റ്സ്. Give one another space to grow individually. പരസ്പരം വളരാനായിട്ട് ഇട നൽകുക എന്നാണ് കാർഡ് പറയുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോകുന്ന സമയത്ത് നിങ്ങൾ ആരുമല്ലാതിരുന്നു. ഇന്ന് നിങ്ങൾ എന്തെങ്കിലും ഒന്ന് കായുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരുമ്പോൾ നിങ്ങളുടെ പുരോഗതി തന്നെയാണ്. യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന ബ്ലെസ്സിങ്സ് ആണ്. നിങ്ങളുടെ പേഴ്സൺ തന്നെയാണ് നിങ്ങളിലേക്ക് പുരോഗതി കൊണ്ടുവന്നിട്ടുള്ളത്. അവർ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾ എത്രത്തോളം എത്തില്ല. അവരെങ്ങനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കും? ഇന്ന് നിങ്ങൾക്കൊരു ചേഞ്ച് സംഭവിച്ചിട്ടുണ്ട്, മാറ്റം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ യൂണിവേഴ്സ് നിങ്ങൾക്ക് തന്നിട്ടുള്ള അനുഗ്രഹമാണ്. ആളുടെ മുന്നിൽ തോറ്റുപോകരുത് എന്നുള്ള യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് ആണ്. നിങ്ങൾ തോറ്റുപോകാൻ യൂണിവേഴ്സ് അനുവദിക്കില്ല. സ്വീറ്റ് അലേഴ്സ്. നിങ്ങളുടെ എനർജി tenderness, soul searching, flying high, control, fluttering hearts. നിങ്ങളുടെ എനർജിയാണ്. നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്ന കാര്യത്തെയാണ് ഇവിടെ ഓരോരോ കാർഡ്സ് ആയിട്ട് ഞാൻ പറയുന്നത്. സ്വീറ്റ് അലേഴ്സ്. എംബ്രേസ് ദി അൺനോൺ ആൻഡ് ലെറ്റ് ലവ് ബ്ലൂം ഓൺ ഇറ്റ്സ് ഓൺ. അജ്ഞാതമായതിനെ സ്വീകരിക്കാനായിട്ട് തയ്യാറാകൂ എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. സ്നേഹം സ്വയം പൂക്കാനായിട്ട് അനുവദിക്കൂ. അപ്പം നിങ്ങളോടൊന്ന് വെയിറ്റ് ചെയ്യാൻ യൂണിവേഴ്സ് പറയുന്നു. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും അത് തന്നെയാണ്. അജ്ഞാതമായതിനെ സ്വീകരിക്കാനായിട്ട് തയ്യാറായിരിക്കുകയാണ്. Tenderness, having a gentle spirit and being able to care deeply. സൗമ്യമായ മനസ്സും ആഴത്തിൽ കരുതാനുള്ള കഴിവാണ് നിങ്ങൾക്കിപ്പോൾ വേണ്ടതെന്ന് യൂണിവേഴ്സ് പറയുകയാണ്. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ സൗമ്യമായിട്ട് തന്നെയാണ് ഇപ്പോൾ അവരോട് സംസാരിക്കാൻ തയ്യാറാകുന്നത്. ആ ഒരു സ്നേഹവും കരുതലും നിങ്ങളിൽ വെച്ചുകൊണ്ട് തന്നെയാണ്. അതിൻ്റെ ആഴത്തെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. സോൾ സെർച്ചിങ് എന്നുള്ളൊരു കാർഡാണ്. നീഡിങ് ടു വർക്ക് ഓൺ സം പേഴ്സണൽ ഇഷ്യൂസ് ഫസ്റ്റ്. നിങ്ങൾ ചെയ്യുന്നൊരു കാര്യത്തെ യൂണിവേഴ്സ് ഇവിടെ പറയുകയാണ്. ആദ്യം ചില വ്യക്തിപരമായ കാര്യങ്ങളിൽ പ്രവർത്തിക്കേണ്ടതുണ്ട് എന്ന് പറയുകയാണ്. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങളുടെ പ്രോഗ്രസ്, നിങ്ങളിലേക്ക് വരുന്ന കാര്യങ്ങളിലേക്ക് നിങ്ങൾ പരിഗണന കൊടുക്കുകയാണ്. നിങ്ങളുടെ സോളിനെ തന്നെ നിങ്ങൾ സെർച്ച് ചെയ്യുകയാണ്. നിങ്ങൾക്ക് നേടാനുള്ള കാര്യത്തിലേക്ക് നിങ്ങൾ ശ്രദ്ധ കൊടുക്കുന്നതായിട്ടാണ് കാർഡ് പറയുന്നത്. ഫ്ലൈങ് ഹൈ, ഫീലിംഗ് ഇൻഫാക്ച്വേറ്റഡ് ഓർ ഹാവിങ് ആൻ ഇൻറ്റൻസ് അഫെയർ. നിങ്ങളിലേക്ക് വരുന്ന കാര്യത്തെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. പ്രണയം അനുഭവിക്കാൻ പോവാണ് നിങ്ങൾ. അല്ലെങ്കിൽ ആ തീവ്രമായിട്ടുള്ള ബന്ധം അനുഭവിക്കാനായിട്ട് പോവാണ് എന്ന് പറയാണ്. അത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതുകൊണ്ടാണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ മറക്കാൻ സാധിക്കില്ല എന്ന് യൂണിവേഴ്സ് പറയുന്നു. നിങ്ങളത് അനുഭവിക്കാൻ പോവാണെന്ന് യൂണിവേഴ്സ് പറയുന്നു. കൺട്രോൾ എന്നുള്ളൊരു കാർഡാണ് കിട്ടിയിട്ടുള്ളത്. ടേക്കിംഗ് റെസ്പോൺസിബിലിറ്റി ഫോർ ബോത്ത് ആക്ഷൻസ് ആൻഡ് ഇമോഷൻസ്. ഇവിടെ നിങ്ങളുടെ പ്രവൃത്തികൾക്കും വികാരങ്ങൾക്കും ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതായത് നിങ്ങൾ പല കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നുണ്ട്. നിങ്ങൾ മുന്നോട്ട് തന്നെയാണ് നോക്കുന്നത്. നിങ്ങളുടെ പ്രോഗ്രസ് കൂടി നോക്കുന്നുണ്ട്. അതുകൊണ്ട് ഇമോഷൻസ് നിങ്ങൾ കൺട്രോൾ ചെയ്യാണ് എന്നാണ് പറയുന്നത്. നിങ്ങളുടെ ഫീലിങ്സ് കൺട്രോൾ ചെയ്യാണ്. ഫ്ലട്ടറിങ് ഹാർട്ട്സ്. എൻജോയ് ദി റൊമാൻസ് ആൻഡ് ഡിസൈർ ഇഫ് യു വാണ്ട് മോർ.
പ്രണയം ആസ്വദിക്കൂ എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇനി നിങ്ങൾക്ക് വേണോ? നിങ്ങൾ അനുഭവിച്ചറിയാൻ പോകുന്ന കാര്യത്തെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. നിങ്ങളുടെ ഫ്യൂച്ചറാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. നിങ്ങളിലുണ്ടാകുന്ന ഫീലിങ്സിനെ, നിങ്ങൾ അനുഭവിക്കാൻ പോകുന്ന കാര്യത്തെ യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരികയാണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തന്നെയാണ്. ഈ ഒരു സെപ്പറേഷൻ, നോ കോണ്ടാക്ട് നിങ്ങളിലേക്ക് ഒരു പ്രോഗ്രസ് കൊണ്ടുവരാനാണെന്ന് കരുതുക. നിങ്ങളിലേക്ക് മാറ്റം തന്നെയാണ് യൂണിവേഴ്സ് കാണിക്കുന്നത്. ഓക്കെ, ടാരോ കാർഡ് എന്താ പറയുന്നതെന്ന് നോക്കാം. മൂൺ കാർഡാണ്. ത്രീ ഓഫ് പെന്റക്കിൾ, സൺ കാർഡാണ്. സക്സസ് ആണ്. ധൈര്യമായിട്ടിരുന്നോളൂ കേട്ടോ. ഇവിടെ 4 ഓഫ് സോർട്സ് റിവേഴ്സ് ആണ്. 4 ഓഫ് കപ്സ്, 2 ഓഫ് വാൻഡ്സ്. എന്താണ്? ജഡ്ജ്മെന്റ് റിവേഴ്സ് ആണ്. ആദ്യത്തെ കാർഡ് കിട്ടിയിട്ടുള്ളത് മൂണിൻ്റെ എനർജിയാണ്. മൂണിൻ്റെ എനർജി എന്ന് പറയുമ്പോൾ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്ന കാര്യം നിങ്ങളെ തന്നെ ട്രസ്റ്റ് ചെയ്യാനാണ്. നിങ്ങൾക്ക് മുന്നിൽ 2 വഴികളുണ്ട്. നിങ്ങൾക്ക് ഏത് തിരഞ്ഞെടുക്കണമെന്ന് അറിയാത്തൊരു സാഹചര്യത്തിലൂടെ പോവാണ്. അൺകോൺഷ്യസ് മൈൻഡ് എന്നാണ് പറയുന്നത്. എന്നാൽ നിങ്ങൾക്ക് തിരിച്ചറിവ് വരുന്നുണ്ട്. നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ട വഴിയെ യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നു. ആദ്യം നിങ്ങൾ നിങ്ങളെ തന്നെ ട്രസ്റ്റ് ചെയ്യാൻ പറയുന്നു. നിങ്ങളിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ യൂണിവേഴ്സ് പറയുകയാണ്. ഇവിടെ നിങ്ങൾക്ക് പ്രോഗ്രസ് ആണ്. 3 ഓഫ് പെന്റക്കിളിൻ്റെ എനർജി ഒരു കമ്മ്യൂണിറ്റിയെ, ഒരു കോർപ്പറേഷനെയാണ് കാണിച്ചു തരുന്നത്. നിങ്ങൾ ടീം വർക്കായിട്ടൊരു കാര്യം ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഒരുപാട് അറിവുകൾ പകർന്നു കൊടുക്കുന്നുണ്ട്, ശേഖരിക്കുന്നുണ്ട്. യൂണിവേഴ്സ് നിങ്ങളിലേക്ക് ബ്ലെസ്സിങ്സ് ആണ് കൊണ്ടുവരുന്നത്. എന്താണ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത്? ആ ഒരു കാര്യം നിങ്ങൾ യൂണിവേഴ്സിൽ അത്രമേൽ വിശ്വസിച്ചുകൊണ്ട് ചെയ്യുക. നിങ്ങളിലേക്ക് സക്സസ് തന്നെയാണ്. നിങ്ങളുടെ ഡിസിഷൻ എന്ന് പറയുന്നത് നിങ്ങളിലേക്ക് പ്രോഗ്രസ് തന്നെയാണ് കൊണ്ടുവരുന്നത് എന്ന് പറയുന്നു. സൺ, എന്താണോ നിങ്ങൾ യൂണിവേഴ്സിനോട് ചോദിച്ചിട്ടുള്ളത്, ഈ റീഡിംഗ് കാണുന്ന നിമിഷം നിങ്ങൾ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരമാണ്. എനിക്ക് എൻ്റെ പേഴ്സൻ്റെ തിരിച്ചുവരവ് പ്രതീക്ഷിക്കാമോ? യെസ്. എൻ്റെ പേഴ്സൺ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? യെസ്. ഇതൊരു കമ്മിറ്റ്മെൻറ്റിലെത്തോ? യെസ്. ഈ ഒരു സെപ്പറേഷൻ മാറോ? യെസ്. അപ്പോൾ നിങ്ങളുടെ ഫ്യൂച്ചറാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. ഗുഡ് ന്യൂസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാനായിട്ടുള്ള എല്ലാ സാധ്യതയും സൺ കാർഡ് പറയുന്നുണ്ട്. പോസിറ്റീവായിട്ടുള്ള എനർജി തന്നെയാണ്. 4 ഓഫ് സോർട്സിൻ്റെ എനർജി റിവേഴ്സ് ആണ്. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി തന്നെയാണ്. ഇവിടെ അവർ തിരിച്ചറിയപ്പെടുന്നു എന്നാണ് പറയുന്നത്. ഓരോ തിരിച്ചറിവുകളായിട്ട് അവരിലേക്ക് യൂണിവേഴ്സ് എത്തിക്കുന്നതായിട്ടാണ് കാർഡ് പറയുന്നത്. ഇപ്പോൾ സെൽഫ് ലവ് ചെയ്യാണ്, സെൽഫ് കെയർ ചെയ്യാണ്. കാരണം ഇപ്പോൾ അവർക്കത് ആവശ്യമാണ്. അവരുടെ ബിസി ലൈഫിൽ നിന്ന്, അവരനുഭവിച്ചിട്ടുള്ള ഓരോ കാര്യങ്ങളിൽ നിന്ന് തിരിച്ചറിവ് തന്നെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. വേദനകളിലൂടെ പോകുന്ന നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങളില്ലാതെ അവർക്ക് ഇനി മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നില്ല എന്ന് തന്നെയാണ് കാർഡ്സ് പറയുന്നത്. 4 ഓഫ് കപ്സിൻ്റെ എനർജി ഓപ്പർച്യൂണിറ്റി മിസ്സിംഗ് എന്നാണ് പറയുന്നത്. അവസരങ്ങൾ നഷ്ടപ്പെടുത്തിയത് അവരാണെന്ന് തിരിച്ചറിയുന്ന നിമിഷത്തെ കാണിക്കുന്നു. നിങ്ങളുടെ ഓർമ്മയിലൂടെ തന്നെയാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളെ അവർക്ക് നല്ല രീതിയിൽ മിസ് ചെയ്യുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ അവർക്ക് ചെയ്യാനുണ്ട്. അതാണ് 3 കപ്സ് ഇരിക്കുന്നത്. എങ്കിൽ കൂടിയും നിങ്ങളെന്ന വ്യക്തിയെക്കുറിച്ചുള്ള ഓർമ്മകളിലൂടെ പോകുന്നു. നൊസ്റ്റാൾജിയാണ് പറയുന്നത്. പാസ്റ്റ് ലൈഫാണ് കാണിക്കുന്നത്. 2 ഓഫ് വാൻഡ്സ്, 2 വാണ്ടാണ്. നിങ്ങളെന്ന വ്യക്തിയെ മുറുകെ പിടിച്ചിരിക്കുന്ന നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി. ഏതൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് മാറി നിന്നിട്ടുള്ളത്, അവിടെ താൽക്കാലികമായിട്ട് ആ കാര്യത്തെ മാറ്റിവെച്ചുകൊണ്ട് നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ആ സാധ്യതയെ മുന്നിൽ കണ്ടുകൊണ്ട് നിങ്ങൾക്കായിട്ട് വെയിറ്റ് ചെയ്യുന്നു എന്നാണ് കാർഡ് പറയുന്നത്. ഇവിടെ ജഡ്ജ്മെന്റ് റിവേഴ്സ് ആണ് വന്നിട്ടുള്ളത്. നിങ്ങളുടെ പേഴ്സന്റെ എനർജി തന്നെയാണ്. സെൽഫ് ഡൗട്ട് എന്ന് വീണ്ടും കാണിക്കുന്നു. ഇവിടെ ഒറക്കൽ ഡെക്കിലും അത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അവർക്ക് അവരെ തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നില്ല. അവർക്ക് ചുറ്റുമുള്ളവര് മുഖംമൂടി ധരിച്ചവരാണെന്ന് അവർ ചിന്തിക്കുന്നു. കാരണം അവർ മറ്റുള്ളവരെ വിശ്വസിച്ചിട്ടാവാം നിങ്ങളിന്ന് മാറിപ്പോയിട്ടുള്ളത്, മൂവ് ഓൺ ചെയ്ത് പോയിട്ടുള്ളത്. ഇന്ന് അവരുടെ ശരിയായ മനസ്സ്, ശരിയായ രൂപത്തെ അവർ കാണുകയാണ്.
അവരാണ് നിങ്ങളെയും അവരെയും തമ്മിൽ വേർതിരിച്ചതെന്ന് ഈ കാർഡ്സ് പറയുന്നു. അവരിലെ നെഗറ്റീവ് എനർജിയെ ഇന്ന് നിങ്ങളുടെ പേഴ്സൺ മനസ്സിലാക്കുന്നു, നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്നു. നിങ്ങളെന്ന വ്യക്തിയുമായിട്ടുള്ള നല്ല നിമിഷങ്ങളെ അവർ ഓർത്തെടുക്കുന്നുണ്ട്. അവർ എക്സ്പീരിയൻസിലൂടെ അവർ പോകുന്നു എന്നാണ് പറയുന്നത്. ഇവിടെ നിങ്ങളെന്ന വ്യക്തി മാത്രമാണ് ആത്മാർത്ഥമായിട്ട് അവരെ സ്നേഹിച്ചിട്ടുള്ളതെന്ന് കാർഡ് പറയുന്നു. നിങ്ങളെന്ന സോളിൻ്റെ എനർജി അവരിലേക്ക് ഒരു പോസിറ്റീവ് എനർജി കൊണ്ടുവരുന്നതായിട്ടാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് നീതി തരാനാണ് അവർ ആഗ്രഹിക്കുന്നത്. നിങ്ങളോട് നീതി പുലർത്താനാണ് അവർ ആഗ്രഹിക്കുന്നത്. തെറ്റുകളെ തിരുത്തിക്കൊണ്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുന്നതായി തന്നെയാണ് കാർഡ് പറയുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് എത്തുന്നു. സൺ കാർഡ് പറയുന്നത് നിങ്ങളിലേക്ക് വരുന്ന പോസിറ്റീവ് എനർജിയാണ്, പോസിറ്റീവ് കാർഡിനെയാണ്. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ കാര്യം നിങ്ങളിലേക്ക് എത്തുന്നു എന്നാണ്. ഈ റീഡിംഗ് ഞാനിവിടെ നിർത്തുകയാണ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പേഴ്സണലായിട്ടും അല്ലാതെയും അറിയിക്കാം. പേഴ്സണൽ റീഡിങ്ങിന് ആവശ്യമുള്ളവർക്ക് എന്നെ നമ്മൾ കോൺടാക്റ്റ് ചെയ്യാം. നിങ്ങളുടെ കറക്റ്റ് ആയിട്ടുള്ള റീഡിംഗ് ഞാൻ പറഞ്ഞു തരാം. കൂടുതൽ വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുന്നിൽ ഞാൻ വരും. നിങ്ങളുടെ സ്വന്തം നിംസ്.